ഹായ്, ഞാൻ റിയാസ് ബിനോബേ. കാമുകി കാമുകന്മാർക്കിടയിൽ രഹസ്യങ്ങൾ ഉണ്ടാകുന്നത് വളരെയേറെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ കാമുകന്മാർ കാമുകിമാരോട് ഒരിക്കലും പറയുവാൻ താല്പര്യപ്പെടാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കേണ്ട. കാമുകൻ കാമുകിയോട് പറയാത്ത കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് അവരുടെ ചില വികാരങ്ങളാണ്. പുരുഷന്മാർ പലപ്പോഴും അവരുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും സ്ത്രീകളുടെ മുമ്പിൽ ഒരിക്കലും പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കാറില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, വികാരങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ തന്നെ ദുർബലനായിട്ട് അവർ കാണുമോ എന്ന തോന്നലാണ് പുരുഷന്മാർ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുവാനുള്ള കാരണം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വരുന്ന സമയത്ത് സഹിക്കുവാൻ പറ്റാത്ത വേദന മനസ്സിലുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അത് കരഞ്ഞ് പ്രകടിപ്പിക്കും, അതല്ലെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യും. പക്ഷെ പുരുഷന്മാർ അധികവും കരയാറില്ല. കാരണം ചെറിയ പ്രായം മുതൽ അവർ കേട്ടു വളരുന്നത് നീ ഒരാണല്ലേ, ആൺകുട്ടികൾ കരയുമോ എന്ന ചോദ്യമായിരിക്കും. അത് കാരണം അവൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവൻ ഉള്ളിൽ ഒതുക്കുകയും കരഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊന്ന് കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പൗരുഷം അല്ലെങ്കിൽ ആണത്തം നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ കാണുന്നവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയാണ് പലപ്പോഴും എല്ലാം ഉള്ളിൽ ഒതുക്കുവാൻ പുരുഷന്മാരെ തയ്യാറാകുന്നതിന് കാരണമെന്ന് പറയുന്നത്. രണ്ടാമത്തതായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ. കാമുകി അല്ലെങ്കിൽ പങ്കാളിയെ വിഷമിപ്പിക്കുന്നത് ഒഴിവാക്കുവാൻ പുരുഷന്മാർ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറച്ചു വെക്കാറാണ് പതിവ്. ആണുങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും കാമുകിയുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി പണം കടം വാങ്ങുകയോ അത് കിട്ടാതെ വരുമ്പോൾ മറ്റു പല ഇല്ലീഗൽ പരിപാടികളിൽ ചെന്ന് ചാടാറുമുണ്ട്. പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറച്ചു വെക്കുന്നത് കാരണം ബന്ധത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പുരുഷന്റെ സാമ്പത്തിക പ്രയാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ഒരിക്കലും മറച്ചു വെക്കുവാൻ പാടില്ല. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. മൂന്നാമതായിട്ട് പറയുവാനുള്ളത് അരക്ഷിതാവസ്ഥയാണ്. പുരുഷന്മാര് അവരുടെ മനസ്സിൽ തോന്നുന്ന അരക്ഷിതാവസ്ഥ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാറില്ല. അത് പല രീതിയിലുണ്ട്. അവരുടെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ പ്രയാസങ്ങളാകട്ടെ, അവരുടെ മോശം അവസ്ഥകളാകട്ടെ, എല്ലാം എന്തു തന്നെയായാലും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കലാണ് സാധാരണ പുരുഷന്മാർ ചെയ്യാറ്. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് അവരുടെ അവസ്ഥ മറച്ചു വെക്കുന്നതോടുകൂടി അവരുടെ ആത്മവിശ്വാസം തകരുകയും അതുപോലെ തന്നെ സമാധാനമില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്യും. അത് കുടുംബത്തിൽ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. നാലാമതായിട്ട് മുൻ പ്രശ്നങ്ങൾ. അതായത് പുരുഷന്മാരുടെ ജീവിതത്തിൽ മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാമുകിയുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ പങ്കുവെക്കാൻ പുരുഷന്മാർ ശ്രമിക്കാറില്ല. ഇങ്ങനെ മുൻകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തൻ്റെ ഇണയുമായോ അല്ലെങ്കിൽ കാമുകിയുമായോ പങ്കുവെക്കാത്തത് കാരണം ഇവരുടെ വൈകാരികമായിട്ടുള്ള അടുപ്പം തകരാറിലാകാറുണ്ട്. കാരണം മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പിന്നീട് കാമുകി അറിയുമ്പോൾ, അദ്ദേഹം മുഖാന്തരം പറയാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് കാമുകി അറിയുമ്പോൾ അത് പല പ്രശ്നങ്ങളും ബന്ധങ്ങൾ തകരുന്നതിന് തന്നെ കാരണമാകാറുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് വൈകാരിക പിന്തുണ. വൈകാരികമായിട്ടുള്ള പിന്തുണ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ കാമുകിയിൽ നിന്നും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും പുരുഷന്മാർ അത് തുറന്നു പറയാറില്ല എന്നുള്ളതാണ്. അതിന് കാരണം എങ്ങനെ ചോദിക്കണമെന്ന് അറിയാത്തതാകാം. അതുപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ദുർബലനാണ് എന്ന് തൻ്റെ പങ്കാളി തെറ്റിദ്ധരിച്ചാലോ എന്ന തോന്നൽ കൊണ്ടുമാകാം. ആറാമത്തതായിട്ട് പറയുവാനുള്ളത് പ്രതിബദ്ധതയാണ്. ദീർഘകാല പ്രതിബദ്ധതയെക്കുറിച്ച് പുരുഷന്മാർക്ക് പലപ്പോഴും ഭയമുണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള തൻ്റെ തോന്നലുകൾ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയം അല്ലെങ്കിൽ ആശങ്കകൾ കാമുകിയുമായിട്ട് ഒരിക്കലും അദ്ദേഹം പങ്കുവെക്കാൻ തയ്യാറാകില്ല. അതിന് കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കുമോ എന്നുള്ള തൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുരുഷന്റെ ഉള്ളിലെ ഭയമാണ് എന്നുള്ളതാണ്. ഏഴാമത്തതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് മാനസിക സമ്മർദ്ദം. പുരുഷന്മാർ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ പിരിമുറുക്കം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് പങ്കാളിയുമായിട്ട് പങ്കുവെക്കാറില്ല എന്നുള്ളതാണ്. തൻ്റെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും പുരുഷന്മാർ മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ പിരിമുറുക്കമോ അനുഭവിക്കുന്നവരായിരിക്കും. മറ്റൊരാളോട് തുറന്നു പറയാത്തത് കാരണം ഇത് മനസ്സിന് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കാരണം അവരുടെ
ദാമ്പത്യ ജീവിതത്തിൽ അതല്ല എങ്കിൽ പ്രണയബന്ധത്തിൽ, സൗഹൃദ ബന്ധത്തിലൊക്കെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് സമയം. 8ാമത്തെ പോയിന്റാണ് സമയം എന്ന് പറയുന്നത്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും മനുഷ്യര് അധികവും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കാറ്. പ്രത്യേകിച്ച് ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് പുരുഷന്മാർ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തൻ്റെ ആവശ്യം പുരുഷന്മാർ ഒരിക്കലും കാമുകിയോട് പറയുവാൻ തയ്യാറാവുകയില്ല. അവർക്കത് മടിയാണ്. അങ്ങനെ പറഞ്ഞാൽ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തൻ്റെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ കാമുകിയുമായിട്ടോ ഷെയർ ചെയ്യുവാൻ അധികം പുരുഷന്മാരും മടി കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.